Welcome back to our YouTube channel Knowledge Junction Learn with Sweetie. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടിച്ചമർത്തപ്പെട്ടവരുടെയും അധ്വാനിക്കുന്നവരുടെയും കണ്ണും കരളുമായിരുന്ന നിത്യപ്രക്ഷോഭകാരിയായ വി.എസ്. അച്യുതാനന്ദൻ്റെ ജീവചരിത്രം, ഒപ്പം തന്നെ രാഷ്ട്രീയ വ്യക്തിജീവിതം, എങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് എത്തി, എന്തൊക്കെ നേട്ടങ്ങളാണ് അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ കൈവരിച്ചത് എന്നീ വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാനായി ശ്രമിക്കുക. വിപ്ലവ താരകം മിഴിയടച്ചു. വി.എസ്. അച്യുതാനന്ദൻ, ജനങ്ങളുടെ സ്വന്തം അച്ചുമാമ. വേലിക്കത്ത് ശങ്കരൻ അച്യുതാനന്ദൻ 20 ഒക്ടോബർ 1923 ജനനം. മരണം 21 ജൂലൈ 2025. തൻ്റെ ആദ്യ നാമമായ വി.എസ്. എന്ന പേരിലും അറിയപ്പെടുന്നു. 2006 മുതൽ 2011 വരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഒരു ഇന്ത്യൻ രാഷ്ട്രീയക്കാരനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു അദ്ദേഹം. 82 വയസ്സുള്ളപ്പോൾ അദ്ദേഹം ഈ പദവി ഏറ്റെടുത്ത ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയുമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റുമായി അദ്ദേഹം അഫിലിയേറ്റ് ചെയ്തിരുന്നു. 2016 മുതൽ 21 വരെ സംസ്ഥാന ക്യാബിനറ്റ് റാങ്കോടെ കേരളത്തിലെ ഭരണപരിഷ്കാരങ്ങളുടെ ചെയർമാനായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. 15 വർഷം പ്രതിപക്ഷ നേതാവായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ഇത് കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായി സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് സഖാവ് വി.എസ്. അച്യുതാനന്ദൻ. മുഴുവൻ പേര് വേലിക്കത്ത് ശങ്കരൻ അച്യുതാനന്ദൻ. അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് നോക്കാം. മുഴുവൻ പേര് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വെന്തലത്തറ ശങ്കരൻ അച്യുതാനന്ദൻ. 1923 ഒക്ടോബർ 20 ആലപ്പുഴയിൽ ശങ്കരൻ്റെയും അക്കമ്മയുടെയും മകനായി ജനനം. 4-ാം വയസ്സിൽ അമ്മയെയും 11-ാം വയസ്സിൽ അച്ഛനെയും നഷ്ടപ്പെട്ടു. 7-ാം ക്ലാസ്സിൽ പഠനം അവസാനിപ്പിച്ചതിന് പിന്നാലെ ചേട്ടൻ്റെ തയ്യൽ കടയിൽ സഹായിയായി. പിന്നീട് ആസ്പിൻവാൾ കെയർ ഫാക്ടറിയിൽ തൊഴിലാളിയായി. 17-ാം വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം നേടി. പുന്നപ്ര വയലാർ സമരത്തിൻ്റെ ഭാഗമായി 1946 പോലീസിൻ്റെ പിടിയിലായി. പൂഞ്ഞാർ ലോക്കപ്പിൽ വെച്ച് കൊടിയ മർദ്ദനത്തിന് ഇരയായി. 3 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടു. 1963 ചൈനീസ് ചാരൻ എന്ന പേരിൽ 1 വർഷം നീണ്ട ജയിൽവാസം അനുഭവിച്ചു. 1975 അടിയന്തരാവസ്ഥയെ തുടർന്ന് 20 മാസം ജയിൽവാസം അനുഭവിച്ചു. 1952 പാർട്ടി ആലപ്പുഴ ഡിവിഷണൽ സെക്രട്ടറി. 1956 മുതൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി. 1957 അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം. 1958 പാർട്ടിയുടെ കേന്ദ്ര സമിതി അംഗം. 64 പാർട്ടി നേതൃത്വത്തോട് കലഹിച്ച് ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോയി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് രൂപീകരിച്ച 32 സ്ഥാപക അംഗങ്ങളിൽ ഒരാളാണ് അദ്ദേഹം. 65 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ നിന്ന് ആദ്യ മത്സരം. കോൺഗ്രസിൻ്റെ കെ കൃഷ്ണക്കുറുപ്പിനോട് തോൽവി. 1967 തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി എ. അച്യുതനെ പരാജയപ്പെടുത്തി ആദ്യമായി നിയമസഭയിലേക്ക്. 70 അമ്പലപ്പുഴയിൽ നിന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. RSPയുടെ കുമാരപിള്ളയെ തോൽപ്പിച്ചു. 80 മുതൽ 92 വരെ തുടർച്ചയായി CPM സംസ്ഥാന സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചു.
85 CPM പോളിറ്റ് ബ്യൂറോ അംഗം. 91 മാരാരിക്കുളത്ത് വിജയം. പാർലമെന്ററി രംഗത്തേക്കുള്ള വൻ തിരിച്ചുവരവ്. 1996 തിരഞ്ഞെടുപ്പിൽ മാരാരിക്കുളത്ത് പരാജയം. 2001 മലമ്പുഴ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച VS പ്രതിപക്ഷ നേതാവായി മാറി. 2006 മലമ്പുഴയിൽ നിന്ന് 20,017 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ VS അച്യുതാനന്ദൻ കേരളത്തിന്റെ 20ാമത്തെ മുഖ്യമന്ത്രിയായി മാറി. 2011 2016 നിയമസഭയിൽ മലമ്പുഴയുടെ ശബ്ദമായി ഉയർന്നു വന്നു. 2011 മുതൽ 2016 വരെയുള്ള കാലയളവിൽ വീണ്ടും പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഉയർന്നു വന്നു. 2016 ഓഗസ്റ്റ് 9 മുതൽ 2021 ജനുവരി 31 വരെ ഭരണപരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷനായി തുടർന്നു. 2023 100ന്റെ യൗവനത്തിലേക്ക് കടന്നു. 25 ജൂൺ 23 ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിലേക്ക് തേടി. 2025 ജൂലൈ 21 വൈകിട്ട് 3:20 തിരുവനന്തപുരം SUT ആശുപത്രിയിൽ അന്ത്യം. ഇതാണ് സഖാവ് VS അച്യുതാനന്ദൻ്റെ ജീവിതരേഖ. വളരെ ചുരുങ്ങിയ ക്യാപ്സ്യൂൾ രൂപത്തിലാണ് ഞാൻ അവതരിപ്പിച്ചിരിക്കുന്നത്. വേലിക്കത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന പോരാളിയെ കേരളം അറിഞ്ഞതും വിളിച്ചതും VS എന്ന 2 അക്ഷര പേരിലായിരുന്നു. നിലയ്ക്കാത്ത രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ തുടരാഖ്യാനങ്ങളായിരുന്നു അദ്ദേഹം. VSന്റെ കേരളത്തിലെ സാമൂഹിക ജീവിതത്തിലും പൊതുമണ്ഡലത്തിലും അദ്ദേഹം അങ്ങനെയായിരുന്നു അടയാളപ്പെടുത്തിയത്. ജനങ്ങൾ അദ്ദേഹത്തെ അങ്ങനെയായിരുന്നു അടയാളപ്പെടുത്താനും ആഗ്രഹിച്ചിരുന്നത്. സമാനതകളില്ലാത്ത, ഒത്തുതീർപ്പുകളില്ലാത്ത സമര ജീവിതത്തിന് വിരാമമിട്ട് VS എന്ന അതികായൻ നടന്നു മറയുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ അവസാനിക്കുന്നത് ഐതിഹാസികമായൊരു കാലം കൂടിയാണ്. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന TS തിരുമുൻപ് എഴുതിയ കവിത ഉദ്ധരിച്ചുകൊണ്ട് VS ഒരിക്കൽ ഒരു പ്രസംഗിക്കുകയുണ്ടായി. തലനരയ്ക്കുന്നതല്ലെൻ്റെ വൃദ്ധത്വം, തലനരയ്ക്കാത്തതല്ലൻ യുവത്വവും. VSന്റെ രാഷ്ട്രീയ ജീവിതത്തെ അടയാളപ്പെടുത്തുകയാണ് ഈ കവിതാശകലം. പോരാട്ടത്തിൻ്റെ ഒരു വിസ്മയകാലമാണ് കടന്നുപോയത്. 2 അക്ഷരത്തിൽ ഒരു ജനതയുടെ പ്രതീക്ഷയും പ്രതിഷേധവും അടയാളപ്പെടുത്തിയ കാലഘട്ടം കൂടിയായിരുന്നു VSന്റേത്. VSന്റെ സമരമുഖങ്ങളിലും ഒപ്പം അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം പ്രസംഗിച്ചിരുന്ന ഫോട്ടോകളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഏവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി താങ്ക് യു ഫോർ വാച്ചിങ്.